ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് കഴുകി തലഭാഗമൊക്കെ കളഞ്ഞ് വെള്ളമയം ഒട്ടുമില്ലാതെ തുടച്ചെടുത്ത വെണ്ടയ്ക്ക വേണം. ഈ വെണ്ടയ്ക്ക ഞാനിവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. വാൽഭാഗത്തുനിന്ന് വിട്ടു പോകാത്ത വിധത്തിൽ വേണം ഇത് വരഞ്ഞെടുക്കാൻ. ഞാനിവിടെ ഏകദേശം ഒരു 10-15 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ള മസാലകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, അല്പം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് വെള്ളം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പം നമ്മൾ തയ്യാറാക്കിയ ഈ മസാല ഓരോ വെണ്ടയ്ക്കയിലേക്കും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് വാൽഭാഗത്തുനിന്ന് വിട്ടു പോകാത്ത വിധത്തിൽ വേണം ഇത് വരഞ്ഞെടുക്കാൻ. 20 മിനിറ്റ് ഈ മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എടുത്തു വെച്ചിരുന്ന എല്ലാ വെണ്ടയ്ക്കയിലേക്കും നമ്മൾ മസാല പുരട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ പുരട്ടി വെച്ചിരുന്ന വെണ്ടയ്ക്ക ഓരോന്നായി എടുത്ത് എണ്ണയിലേക്ക് ഇടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് മൊരിച്ചെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്കിത് മറിച്ചിട്ട് മറുഭാഗം മൊരിച്ചെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ സംഭവം കിടുക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്. അങ്ങനെ 2 വശവും മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാല ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളാരും ഇപ്പോൾ പോരുതേ. പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.